നോക്കുക. സപ്പോസിങ് ഇഫ് ഇറ്റ് റെയിൻസ് വാട്ട് ഷാൾ വി ഡു? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഏത് ഭാഗമാണ് എറർ ഉള്ളത്, അതായത് തെറ്റുള്ളത് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഇതിനെ കൊടുത്തിട്ടുണ്ട് സപ്പോസിങ് ഇഫ് എന്നുള്ളതാണോ, അതോ ഇറ്റ് റെയിൻസ് ആണോ, അതോ വാട്ട് ഷാൾ ഡു ആണോ, അതോ നോ. മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ തെറ്റെന്താണ്? ഈ സപ്പോസിങ് ഇഫിനകത്ത് ഈ ഇഫ് ആണ്. അതായത് ഈ സപ്പോസിങ് ഇഫ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് തെറ്റുള്ളത്. അതെന്താണ് തെറ്റ്? ഇഫ് ഇവിടെ വേണ്ട. സപ്പോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഫിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഒന്ന് ഇഫ് ഇറ്റ് റെയിൻസ്, അല്ലെങ്കിൽ സപ്പോസിങ് ഇറ്റ് റെയിൻസ്. സപ്പോസിങ് ഇഫ് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം വേണ്ട. അതാണ് ഇവിടുത്തെ തെറ്റ്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, നൺ ഓഫ് ടു ഗേൾസ് who were present appear to be inclined to listen to same advice. ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് തെറ്റ്? നമുക്കറിയാം, ടു ഗേൾസ് എന്ന് പറയുന്നുണ്ട്. രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏതർ ഉപയോഗിക്കാം, നെയ്തർ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് നൺ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ നണ്ണിന് പകരം നെയ്തർ എന്ന് വേണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. അപ്പൊ ഇവിടുത്തെ തെറ്റ് ഈ ഭാഗത്താണ്. നൺ ഓഫ് ടു ഗേൾസ് എന്ന് പറയുന്ന ഭാഗത്താണ് തെറ്റ്. അപ്പൊ അങ്ങനെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നൺ ഓഫ് ടു ഗേൾസ് എന്ന് പറയത്തില്ല, നമ്മൾ നെയ്തർ ഓഫ് ടു ഗേൾസ് എന്നേ പറയത്തുള്ളൂ. കാരണം രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏതറോ നെയ്തറോ ആണ് ഉപയോഗിക്കുക. ഇവിടുത്തെ തെറ്റ് വന്നിരിക്കുന്നത് ഈ ഭാഗമാണ്. അത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എവരി വൺ നോസ് ദാറ്റ് the leopard is faster of all animals. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? നമ്മൾ പറഞ്ഞു ഫാസ്റ്റർ. ഫാസ്റ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി സൂചിപ്പിക്കാനാണ്, ആണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്ത് വേണം? ഒരു ദാൻ വേണം. പിന്നെ ഓഫ് ആൾ അനിമൽസ്, അതായത് ഓഫിന് പകരം ദാൻ, പിന്നെ ഓൾ അനിമൽസിന് പകരം എനി അനിമൽ. എനി അനിമൽ ആണ് വേണ്ടത്. അപ്പം എങ്ങനെ വരും? ഫാസ്റ്റർ ദാൻ എനി അനിമൽ എന്നാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഓഫ് ആൾ അനിമൽസ് നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് ആ ഭാഗമാണ് തെറ്റ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ ഫാസ്റ്റസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ കമ്പാരിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റർ ദാൻ എന്നാണ് പറയേണ്ടത്. ഫാസ്റ്റർ ദാൻ എനി അനിമൽ. അപ്പൊ അങ്ങനെ ഈ ഓഫ് ഓൾ അനിമൽസ് എന്ന് പറയുന്ന ഭാഗത്താണ് തെറ്റ്. അപ്പൊ അത് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ഐ ആൻഡ് മൈ കൊളീഗ് have carefully considered the important issues raised by the report which you sent me, and we have decided to take the following action. ഇവിടെ എന്താണ് തെറ്റ്? ഇവിടുത്തെ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിലുള്ള തെറ്റാണ്. ഐ ആൻഡ് മൈ കൊളീഗ് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണും നമുക്ക് അത്തരത്തിൽ പറയണമെങ്കിൽ, എടുത്ത് പറയണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ, ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പറയണമെങ്കിൽ അവന്റെ ശരിയായ ഓർഡർ എന്തുമായിരിക്കണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആദ്യം എന്ത് വരണം? സെക്കൻഡ് പേഴ്സൺ വരണം. ഓക്കെ, പിന്നെ തേർഡ് പേഴ്സൺ വരണം. എന്നിട്ട് ഏറ്റവും അവസാനമാണ് ഫസ്റ്റ് പേഴ്സൺ വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണും മൈ കൊളീഗ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് പേഴ്സണുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സെക്കൻഡ് പേഴ്സൺ ആണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്തില്ല? സെക്കൻഡ് പേഴ്സൺ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് തേർഡ് പേഴ്സണെയാണ്. അപ്പോൾ ഇവിടെ മൈ കൊളീഗ് തേർഡ് പേഴ്സൺ ആൻഡ് ഐ അല്ലേ? അപ്പൊ മൈ കൊളീഗ് ആൻഡ് ഐ എന്നായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ ഈ ഭാഗത്താണ് തെറ്റ്. അങ്ങനെ നമ്മുടെ ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, ഈവൻ ഇഫ് ദ ടീച്ചർ ഹാസ് കംപ്ലീറ്റഡ് ദ കോഴ്സ് ദ സ്റ്റുഡൻസ് കനോട്ട് പാസ് അൺലെസ് ദേ സ്റ്റഡി themselves കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? നോക്കുക, ദേ കുറിച്ചാണ് പറഞ്ഞത്. ദേ, അവർ എന്നാ പറയുന്നത്. അപ്പൊ ദേ സ്റ്റഡി ദംസെൽഫ് എന്നല്ല പറയേണ്ടത്, പിന്നെ ദംസെൽസ് എന്നാണ് വരുന്നത്. ദേ എപ്പോഴും പ്ലൂറലാണ്, അതുകൊണ്ട് ഇവിടെയും പ്ലൂറൽ ഫോം ആയിരിക്കണം വരേണ്ടത്. ദംസെൽസ്. എഫിന് പകരം VES എന്ന് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് തെറ്റ് വന്നിരിക്കുന്ന ഭാഗം ഈ ഭാഗത്താണ്.
ഇവിടെയാണ് നമുക്ക് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അൺലെസ് ദേ സ്റ്റഡി ദംസെൽഫ് എന്നുള്ള ഭാഗമാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു സാ ദ എമൗണ്ട് ഓഫ് സമോസാസ് ഹി കൺസ്യൂംഡ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് യു വുഡ് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഈസ് സോ ഓവർ വെയ്റ്റ്. ഇവിടെ എവിടെയാണ് തെറ്റ്? ഇഫ് യു സാലാണോ അതോ ദ എമൗണ്ട് ഓഫ് സമോസസ് ആണോ, ഹി കൺസ്യൂംഡ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് ആണോ, അതോ യു വുഡ് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഈസ് സോ ഓവർ വെയ്റ്റ്, അതോ നോ എറർ ആണ്? എവിടെയാണ് തെറ്റ് പറ്റുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദ എമൗണ്ട് ഓഫ് സമോസാസ് എന്ന് പറയുന്ന ഭാഗത്താണ് തെറ്റ്. കാരണം സമോസ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ അല്ലാത്തതിന്റെ കൂടെ നമ്മൾ എമൗണ്ട് എന്ന് പറയേണ്ടത്. കൗണ്ടബിൾ ആയതിന്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദ നമ്പർ ഓഫ് സമോസാസ്, സമോസയുടെ എണ്ണം, നമ്പർ ഓഫ് സമോസസ് അല്ലേ? അപ്പോൾ ഇവിടെ എമൗണ്ടിന് പകരം നമ്പർ എന്നാണ് വേണ്ടുന്നത്. അപ്പം നമ്മുടെ തെറ്റ് വന്നിരിക്കുന്ന ഭാഗം ഇതാണ്, അതായത് ദ എമൗണ്ട് ഓഫ് സമോസസ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് തെറ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ഓൺ ഫ്രൈഡേ ഈവനിങ് മംത ആൻഡ് മീ ടുക്ക് എ കോച്ച് ഫോർ പട്ന ആൻഡ് അറൈവ്ഡ് അറ്റ് അമിത്സ് ഹൗസ്. ഇവിടെ പറയുന്നത് മംത ആൻഡ് മീ. ഇത് ഓർഡർ ശരിയാണ്, കാരണം ആദ്യമേ തേർഡ് പേഴ്സൺ പിന്നെ ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തേർഡ് പേഴ്സൺ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റാണ്. പക്ഷെ പ്രശ്നം എന്താണ്? മംത ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ടുക്ക് എന്ന് പറയുന്ന പ്രവൃത്തി ആരൊക്കെ ചെയ്തതാ? ഞാനും മംതയും കൂടെ ചെയ്തതാണ്. അപ്പം ഈ പറയുന്ന ഞാനും ഏത് രീതിയിൽ തന്നെ നിൽക്കണം? സബ്ജക്റ്റ് ഫോമിൽ തന്നെ നിൽക്കണം. അതായത് മീയുടെ ഐ, അതാണ് സബ്ജക്റ്റ്. അപ്പൊ മംത ആൻഡ് ഐ എന്നാണ് പറയേണ്ടത്. അതിന് പകരം ഇവിടെ മീ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തെറ്റുപറ്റിയിരിക്കുന്ന ഭാഗം മംത ആൻഡ് മീ എന്ന ഈ ഭാഗമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് ബി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദിസ് ഗേൾ റോട്ട് ആൻ എസ്സേ സോ വെൽ ദാറ്റ് ഹെർ ടീച്ചർ വാസ് എക്സീഡിംഗ്ലി പ്ലീസ്ഡ് വിത്ത് ഹെർ. ഈ സെന്റൻസ് വായിച്ചു നോക്കാൻ നമുക്ക് തെറ്റൊന്നും തോന്നത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നോ എറർ എന്ന് കൊടുക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ സെന്റൻസ് എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത്, എന്തിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഈ എസ്സേ കുറിച്ചാണ്. ഓക്കെ, ഈ എസ്സേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നൗണ് നമ്മൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുമ്പോൾ അവിടെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ല ഉപയോഗിക്കേണ്ടത്. പകരം എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ആണ് ഉപയോഗിക്കേണ്ടത്. This girl wrote the essay so well that her teacher was exceedingly pleased with her. ഇവിടെ ആൻ എസ്സേക്ക് വരും ദ എസ്സേ എന്നായിരുന്നു വേണ്ടുന്നത്. അപ്പൊ തെറ്റ് വന്നിരിക്കുന്ന ഭാഗം ഈ റോട്ട് ആൻ എസ്സേ എന്ന് പറയുന്ന ഭാഗമാണ്, അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് ബോട്ട് ഹിസ് ഐഡന്റിറ്റി കാർഡ്. ഇവിടെ എന്താണ് തെറ്റ്? ഇവിടുത്തെ തെറ്റെന്താണ്? ഈ എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് ആണ്. നമ്മൾ എവരി വൺ ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല. നമുക്ക് വേണമെങ്കിൽ എവരി സ്റ്റുഡൻസ് എന്ന് പറയാം. എവരി സ്റ്റുഡൻസ് എന്നല്ല, എവരി സ്റ്റുഡൻറ്. എവരി വന്നു കഴിഞ്ഞാൽ എവരി വൺ എന്നും പറയാൻ പറ്റത്തില്ല. എവരി വൺ എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നൗൺ ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ എവരി സ്റ്റുഡൻറ് എന്നേ പറയാവും. ഈ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താ, നമുക്കിങ്ങനെ എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയില്ല. കാരണം ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇവിടെ എണ്ണം ലിമിറ്റഡ് ആണ്, എന്ന് വെച്ചാൽ കൗണ്ടബിൾ ആണ്. അപ്പോൾ അങ്ങനെ കൗണ്ടബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിൽ എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല. നമുക്കൊന്നുകിൽ എവരി സ്റ്റുഡൻറ് എന്ന് പറയാം. അപ്പോൾ തെറ്റ് വന്നിരിക്കുന്ന ഭാഗം ഇവിടെയാണ്. അപ്പൊ ഇതാണ് തെറ്റ്. ഇനി ഇത് നമുക്ക് ഈച്ച് വെച്ച് പറയാം. ഇതേ ഭാഗം തന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് ഈച്ച് വെച്ച് പറയാം. ഇപ്പൊ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യത്തെ പറയണമെങ്കിൽ എന്തായാലും നമുക്ക് ലിമിറ്റഡ് ആയിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഓഫിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഈച്ച് എന്ന് കൊടുക്കും. അതായത് നമുക്ക് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയാം. ഈച്ച് വൺ ഓഫ് ദ സ്റ്റുഡൻസ്. നമുക്ക് ഈച്ച് വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ പറയാം എവരി സ്റ്റുഡൻറ് എന്നും പറയാം. എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ തെറ്റ് വന്നിരിക്കുന്ന ഭാഗം ഈ പറയുന്ന എ എന്ന് പറയുന്ന ആണ്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ഇൻ മൈ യൂത്ത് ഐ യൂസ് ടു വിസിറ്റ് ഷർമാസ് ആൻഡ് ചൗലാസ് കമ്പനി. എവിടെയാണ് പ്രശ്നം നോക്കുമ്പോൾ ഇവിടെ ഷർമാസും ചവളാസും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് നൗൺസ് ആണല്ലോ.
അപ്പൊ ഇത്തരത്തിൽ രണ്ട് നൗൺസ് നമുക്ക് അപ്പോസ്ട്രഫി എസ് വെച്ച് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തേന് മാത്രം അപ്പോസ്ട്രഫി എസ് കൊടുത്താൽ ആദ്യത്തേന് കൊടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ശർമ്മ ആൻഡ് ചൗളാസ് കമ്പനി പറഞ്ഞാൽ മതി. അല്ല, രണ്ടിടത്തും അപ്പോസ്ട്രഫി എസ് കൊടുക്കണ്ട. അവിടെ തെറ്റ് വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ്, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. എറർ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പൊ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ 10th മെയിൻസ്, ഡിഗ്രി ലെവൽ മെയിൻസ്, +2 മെയിൻസ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻ ക്ലാസ് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നടത്തുന്നുണ്ട്. ആ ലേണിംഗ് ആപ്പിലൂടെ ഈ നമ്മുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.